ഹായ്, എല്ലാവർക്കും കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതം പൊടിയും കൊണ്ടുള്ള ഒരു അടിപൊളി ഷേക്ക് ഉണ്ടാക്കാനാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെരുവത്തിലേക്ക് 2 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഗ്ലാസ്സിന് അധികം വലിപ്പമൊന്നും ഇല്ലാത്ത നമ്മൾ നോർമലായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന തരം ഉള്ള ഗ്ലാസ്സാണ്. അപ്പോൾ അതിന് 2 ഗ്ലാസ് ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 1.5 സ്പൂണോളം അമൃതം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അമൃതം പൊടി നമ്മുടെ അംഗൻവാടിയിൽ നിന്നും 6 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു പൗഡറാണ്, ന്യൂട്രിമിക്സ് പൗഡറാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷമാണ് ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് അടിക്കുമ്പോഴത്തേനും ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അമൃതം പൊടി ഇട്ടത് കൊണ്ട് നമ്മൾ ഇളക്കാതിരിക്കരുത്, ഇളക്കിക്കൊണ്ടേയിരിക്കണം, അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതാ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒത്തിരി നേരം തിളപ്പിക്കുകയൊന്നും വേണ്ട. ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതാ ഇവിടുത്തെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇവിടെ ഇരുന്ന് ചൂടാറട്ടെ. അതിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതേപോലത്തെ 3 ചെറിയ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മുറിച്ചതിന് ശേഷം മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പഴം അരയാൻ ആവശ്യമായിട്ടുള്ള പാൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ നേരത്തെ കുറുക്കിയിട്ടുള്ള പാലാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ബോൺവിറ്റ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബോൺവിറ്റ തന്നെ വേണമെന്നില്ല, ബൂസ്റ്റോ ഹോർലിക്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നന്നായിട്ട് ഇവിടെ പഴമൊക്കെ അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ള ബാക്കി മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുക. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. അതുപോലെ ബോൺവിറ്റയോ ബൂസ്റ്റോ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഞാൻ 1 സ്പൂണോളം പഞ്ചസാരയും അതുപോലെ 1 ടീസ്പൂണോളം ബോൺവിറ്റയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഞാനിവിടെ ഗ്ലാസ്സിൽ ഇങ്ങനെ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ ഷേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചും കൂടെ തിക്കായിട്ട് വേണ്ടവർക്ക് കുറച്ചും കൂടെ അമൃതം പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഞാൻ കുറേ അമൃതം പൊടി റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ചേർക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.